ബദ്രിനാഥാണ്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണി. അപ്പോൾ ഞാനും അമ്മയും കൂടി ഉണ്ണിയപ്പത്തിന് അരയ്ക്കാൻ വന്നതാണ്. പിന്നെ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എവിടേക്കാണ് ഉണ്ണിയപ്പം പോണ്. അപ്പോൾ ഉണ്ണിയപ്പം കൊണ്ട് വരുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മുണ്ടൂര്, പറളി, മങ്കര അവിടെയാണ് ഞങ്ങളുള്ളത്. നിങ്ങൾക്ക് ഓർഡർ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചാലും ഞങ്ങൾ എത്തിക്കും. അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന അവിടെ നിന്ന് ഞങ്ങൾ എത്തിച്ചുതരാം. ആ റൂട്ടാണ്, ഒരേ റൂട്ടാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് എത്തുമ്പോഴാണ് എത്തിക്കും. നമ്മളെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. ഞങ്ങളെ നമ്പറിൽ ഇവിടെ വെക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ 10 മണിയാണ് നമ്മളെ സമയം. ഇപ്പൊ സമയം രാത്രി 10 മണിയാണ്. സ്കൂൾ വിട്ടിയതുകൊണ്ട് അപ്പൊ കുഴപ്പമില്ല. സ്കൂളുള്ള സമയത്ത് അമ്മേനെ അരയ്ക്കുക. അപ്പൊ സ്കൂളും ഇല്ല പറയുമ്പോൾ ഞാൻ വന്നാണ്. എന്താ അറിയോ, സ്കൂൾ പൂട്ടിയതുകൊണ്ട് ഇവൻ എൻ്റെ കൂടെ ഉണ്ടാവും ഒന്ന് ഹെൽപ്പിനൊക്കെ. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്ന് അരയ്ക്കണം. അപ്പോൾ ഇവൻ അരയ്ക്കും കേട്ടോ. മാവ് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഇവൻ അറിയും. ഉണ്ണിയപ്പത്തിനൊരു കൂട്ടുണ്ട്. അപ്പോൾ ആ കൂട്ട് അരയ്ക്കണം. അപ്പം സൗണ്ട് പാലും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും മാവ് കൂട്ടാനൊക്കെ അവനെ അറിയും കേട്ടോ. അപ്പോൾ സീക്രറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് സീക്രറ്റ് ഒന്നുമില്ല. ഓരോരുത്തരുടെ കൈ വഴക്കം തന്നെയാണ്. കൈ വഴക്കം. ഈ കൈ തന്നെ നമ്മൾ പലപ്പോഴായി ചതിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തിനെ വിചാരിക്കുക, നമുക്ക് ജയിക്കണമെന്ന് ദൈവത്തിനോട് പറയുക, ഞങ്ങളെ ചതിക്കലേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഡെയിലി ഉണ്ണിയപ്പത്തിന് അരയ്ക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ വരാനുള്ള സ്ഥലങ്ങൾ ബദ്രി പറഞ്ഞ പോലെ തന്നെ മങ്കര, വർളി, മുണ്ടൂർ ആ റൂട്ട് ഒരേ റൂട്ട് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു കറക്കം കറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും ഉണ്ണിയപ്പത്തിന് ഓർഡർ തരാൻ ആഗ്രഹമുള്ളവർ ഓർഡർ തരിക. അപ്പോൾ ഞങ്ങളെ കാണാൻ ആഗ്രഹമുള്ളവരും ഞങ്ങളുടെ അടുത്തേക്ക് വരിക. പിന്നെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. പക്ഷേ എനിക്കെന്താ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ആകുമ്പോൾ കുട്ടികൾ കളിക്കാൻ പോകേണ്ട സമയത്ത് എൻ്റെ കൂടെ വന്ന് നിൽക്കുമ്പോൾ അതിലും എനിക്കൊരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് അവൻ്റെ കളി ടൈമൊക്കെ മാറ്റി എൻ്റെ ഒപ്പം വരുമ്പോൾ അതും നല്ലതിനാണെന്നാണ് അവൻ പറയണത്. അത് കുഴപ്പമില്ല അമ്മ എന്ന് അവൻ പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക.